ഹലോ ഫ്രണ്ട്സ്, നമുക്ക് മുട്ടത്തോട് വെച്ചിട്ടൊരു കുട്ടി വർക്ക് ചെയ്താലോ? പൊന്നുകുട്ടന് സ്കൂളിൽ ഒരു ചെറിയൊരു വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതാണ് അപ്പോൾ കണ്ണും ഒരു ഫേസ് വരക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുട്ട ആദ്യം ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തൊക്കെ സോപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തു. അതിനുശേഷം കണ്ണ് വരച്ച് പശ വെച്ചിട്ട് കണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പശ തേച്ചിട്ട് അതിൽ ഗിൽറ്റ് ഇട്ടു കേട്ടോ. അങ്ങനെയാണ് കണ്ണ് ചെയ്തത്. അത് സ്കെച്ച് പേന വെച്ച് ചെയ്യാം. ഇപ്പം കുറച്ചുകൂടി ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ ചുണ്ടും പിന്നെ മൂക്ക് ലാസ്റ്റ് അത് ലാസ്റ്റാണ് കേട്ടോ. അത് ഇതിൻ്റെ അകത്ത് എടുത്തിട്ടില്ല. ഞാൻ പോകാൻ നേരത്ത് ക്രയോൺസ് കൊണ്ട് ചെറിയൊരു മൂക്കും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഫിനിഷിങ് അപ്പോഴാണ് ഒരു ഭംഗി വന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും കണ്ണ് വരച്ച് വെച്ചു. ഇത് മറിഞ്ഞ് വീഴും കേട്ടോ. ഭയങ്കര പാടാണിത്. അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടിയും പോകും. ഓക്കെ, അങ്ങനെ കണ്ണ് അതൊരു ചുണ്ട് വരയ്ക്കുകയാണ്. ചുണ്ട് ആഹാ, നല്ല ഒരു ചുണ്ട് വരച്ചിട്ട് ഇനി ഇതിൻ്റെ താടിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. താടി അത് ഞാൻ എവിടെ നിന്ന് എടുത്തെന്ന് ഞാൻ പറയാം കേട്ടോ. താടിക്കുള്ള പഞ്ഞി ഒരു സ്ഥലത്ത് നിസ്കിയതാണേ, അത് ഞാൻ പറഞ്ഞു തരാം എവിടെ നിന്നാണ്. ഓക്കെ, പൊന്നുകുട്ടിൻ്റെ ഒരു സൂത്രം. അപ്പോൾ ചുണ്ടിൽ റെഡ് ഗിൽറ്റിട്ടിട്ടുണ്ട്. ആ ചുണ്ടിന് റെഡ് വേണമല്ലോ, അതുകൊണ്ട്. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തലകുത്തി താഴെ വീണു കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തു. ഇപ്പോൾ കണ്ടോ ഫ്രണ്ട്സ്, ഇഷ്ടമായോ? നല്ല രസമില്ലേ കാണാൻ? ഇനി അതിന് അതിൻ്റെ നമ്മൾ പൊട്ടിച്ച വശത്തൊരു തൊപ്പി വെച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലല്ലേ ഒരു ഭംഗിയാവും. ക്രിസ്മസ് അപ്പൂപ്പനെ പോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ലാസ്റ്റ് ലുക്ക്. ഏകദേശം ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു ചെറിയ ലുക്ക് ഉണ്ട്. ചെറിയ ലുക്കെന്നേ പറയാൻ പറ്റുള്ളൂ, നല്ല ലുക്കായിട്ടില്ല. എനിക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു. അത് പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ. ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ കുത്തിയിരുന്ന് ചെയ്തതാണിത്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഒരു തൊപ്പി കൂടി ഇങ്ങനെ വെട്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി സത്യം പറഞ്ഞാൽ ഇത്രയും മതിയായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ച് താടി കൂടി വെച്ച് കൊടുത്തപ്പോൾ കൊളായോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. ഈ പഞ്ഞി എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പൊന്നുകുട്ടൻ്റെ പഴയ ഒരു ടെഡി ബിയറുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വലിച്ചെടുത്തതാണ് കേട്ടോ. വേറെ പഞ്ഞിയൊന്നും ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് അതിൽ നിന്ന് വലിച്ചെടുത്തതാണ്, കളിപ്പാട്ടത്തിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇങ്ങനെ പശ തേച്ചിട്ട് അതിൻ്റെ താടി പോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ. കണ്ടോ നല്ല പോലെയൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മളൊന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ അത് ടപ്പന്നെ ഇതാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. മീശയൊക്കെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റായില്ലേ ഫ്രണ്ട്സ്? മൂക്ക് കാണാനില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് ക്രയോൺസ് കൊണ്ടൊരു മൂക്ക് കൂടി വരച്ച് കൊടുത്തിട്ടാണ് സ്കൂളിലേക്ക് ഒരു കവറിൻ്റെ അകത്താക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി അതവിടെ ചെല്ലുമ്പോൾ ഏതോ ഒരു ആകുമെന്നറിയത്തില്ല. അതെന്തായാലും ഓക്കെ, താടിയൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി തലയിൽ കൂടി ഇത്തിരി പഞ്ഞിയും വെച്ച് ഒരു ഗിൽറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഒരു ഫിനിഷിങ് വരുള്ളൂ. ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ തോന്നണമെങ്കിൽ അതുകൂടി ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ ആ തൊപ്പിയുടെ ഏറ്റവും മുകളിൽ ഒരു ഇത്തിരി പഞ്ഞി ഉരുട്ടി വെച്ച് കൊടുത്തിട്ട് അതിൽ ഗിൽറ്റ് ഇട്ട് അതിലും ഈ ഗിൽറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കേ, അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാറുണ്ടോ ഫ്രണ്ട്സ്? എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്കിതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പൊന്നുകുട്ടന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ അസൈൻമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്താ വർക്ക് ചെയ്യുമ്പോൾ അതെല്ലാം വീഡിയോ ആക്കി ഇടാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുട്ടി ക്രിസ്മസ് അപ്പൂപ്പനെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സി യു.